BJP എറണാകുളം മേഖലാ സെക്രട്ടറി പ്രിന്റു മഹാദേവ് തൃശൂരിൽ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ പ്രതികരണത്തിലേക്ക്. അല്ല, ഞാൻ ഈ വിവാദങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുക എന്നുള്ളത് കൊണ്ടാണ് വ്യക്തിപരമായിട്ട് ഞാൻ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാൻ തയ്യാറായിട്ടുള്ളത്. തികച്ചും വ്യക്തിപരമായിട്ടാണ്. കാരണം വ്യക്തിപരമായി എന്നെ വളരെയധികം ബാധിച്ച ഒരു വിഷയമായതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് കൃത്യമായിട്ട് പ്രതികരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യമേ ഞാൻ പറയട്ടെ, ഞാൻ തികച്ചും ഒരു അഹിംസാവാദിയാണ്. ഞാൻ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും പ്രകോപിപ്പിക്കുകയോ അല്ലെങ്കിൽ പ്രകോപനപരമായിട്ടുള്ള കാര്യങ്ങളോ എൻ്റെ ഒരു സംഘടനാ സർക്കിളിനകത്തോ എൻ്റെ ജീവിതചര്യയിലോ ഇന്ന് വരെ ഒരു കേസ് പോലും എനിക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ സ്വാഭാവികമായിട്ട് ചില വിഷയങ്ങൾ വന്ന സമയത്ത്, അന്നത്തെ ആ വിഷയം നിങ്ങൾക്കറിയാമല്ലോ, അന്ന് നമ്മളുടെ ലഡാക്കിൽ നടന്ന കലാപവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ചർച്ച നടന്നത്. 4 പേർ വെടിയേറ്റൊരു സാഹചര്യം ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് അവതാരികയും സഹ പാനലിസ്റ്റുകളും ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി ഈ രാജ്യത്തിലെ സിസ്റ്റം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ അതിനെ വളരെയധികം വളച്ചൊടിച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പ്രിന്റു മഹാദേവ് ഒരു വ്യക്തിയെ വെടിവെച്ച് കൊല്ലുമെന്നും പ്രിന്റു മഹാദേവ് കലാപത്തിന് ആഹ്വാനം ചെയ്തുവെന്ന രീതിയിൽ വളരെ തെറ്റായിട്ടുള്ള വ്യാജ പ്രചരണമാണ് നടത്തിയത്. ആ വീഡിയോ കൃത്യമായിട്ട് പരിശോധിക്കുന്ന എല്ലാവർക്കും അതിനകത്ത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കും. പൊതുവെ അങ്ങനെയുണ്ടല്ലോ, നമ്മൾ പറയാറുണ്ട്, ഈ സത്യം പുറപ്പെടുന്നതിനേക്കാൾ മുമ്പ് നുണ ലോകം ചുറ്റി വരും എന്നുള്ളതിൻ്റെ ഒരു രക്തസാക്ഷി കൂടിയായിട്ടാണ് ഇപ്പോൾ ഞാൻ എന്നെ തന്നെ കാണുന്നത്. അതെന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി. ഞാൻ കൃത്യമായി പറഞ്ഞത് എന്താണെന്നല്ല പ്രചരിപ്പിച്ചത്. ഇത് ബോധപൂർവം ന്യൂസ് 18-ൻ്റെ ചാനലും അതിൽ അവതാരികയും കൃത്യമായിട്ട് ഇത് ബോധപൂർവം ഒരു അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് എന്നെ വ്യക്തിപരമായി തേജോവധം ചെയ്യാനും സമൂഹത്തിൽ അല്ലെങ്കിൽ പൊളിറ്റിക്കലി എൻ്റെ ഒരു രാഷ്ട്രീയ കരിയറിനെ അവസാനിപ്പിക്കാനോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ഞാനൊരു ഭീകരവാദിയോ അല്ലെങ്കിൽ ഒരു ടെററിസ്റ്റോ അല്ലെങ്കിൽ ഒരു വെടിയുണ്ടകളൊക്കെ എടുത്തിട്ട് ഒരു ഗോഡ്സേഡ് അനുയായി അങ്ങനെയാണ് പലപ്പോഴും വരച്ചത്. ഞാൻ അങ്ങനെ ഒരു ആളുമല്ല. ഞാനൊരു സ്കൂളിലെ അധ്യാപകനാണ്. ഒരു 3000-ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ അധ്യാപകനാണ്. അവിടെ 60% ഇതര പ്രസ്ഥാനങ്ങളിൽപ്പെട്ട ആളുകൾ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അങ്ങനെയുള്ള എന്നെ ബോധപൂർവം ഒരു കൊലയാളിയായിട്ടൊക്കെ ചിത്രീകരിക്കാൻ വന്നത് എനിക്കുണ്ടാക്കിയ മാനസിക വിഷമം വളരെ വലുതാണ്. എൻ്റെ കുടുംബത്തിന് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് എൻ്റെ വീടുകളിൽ കയറി നരവേട്ട നടത്തി. എൻ്റെ പൊതുസമൂഹത്തിൽ വളരെ രീതിയിൽ തേജോവധം ചെയ്യാനുള്ള പല ശ്രമങ്ങളും ഉണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ട് അതെനിക്ക് ഇപ്പോഴെങ്കിലും വ്യക്തമാക്കാനുണ്ട്. ഞാനൊരിക്കലും ഒരാളെയും കൊലവിളി പ്രസംഗം നടത്തിയിട്ടില്ല. ഞാനൊരിക്കലും അത്തരത്തിലുള്ളൊരു കാര്യങ്ങളെ ന്യായീകരിക്കുന്നില്ല. ഞാൻ സ്വാഭാവികമായിട്ട് ഞാനൊരു ചാനൽ ചർച്ചയിൽ വന്നിരുന്നു കൊണ്ട് നേതാവായ ഒരാളല്ല. ഞാൻ എൻ്റെ ഒരു സംഘടനാ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ 5-ാമത്തെ വയസ്സിൽ ഞാൻ ശാഖയിൽ പോയി ABVP-യുടെ യൂണിറ്റ് പ്രസിഡൻ്റായി, ABVP-യുടെ സംസ്ഥാന പ്രസിഡൻ്റായി. അതിനുശേഷം പ്രവർത്തിച്ചിട്ടാണ് ഞാൻ ഈ പദവിയിലെത്തിയത്. പല ആളുകളെപ്പോലെ ഈ ചാനൽ ചർച്ചയിൽ ഇരുന്നു കൊണ്ട് നേതാവായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുന്ന ആളുകളെപ്പോലെയുള്ള ഒരു വ്യക്തിയല്ല ഞാൻ. അതുകൊണ്ട് സ്വാഭാവികം അച്ചടക്കമുള്ള പ്രവർത്തകൻ എന്ന രീതിയിൽ സ്വാഭാവികമായിട്ട് എൻ്റെ പ്രതികരണങ്ങൾ ഞാൻ ഇപ്പോഴും പറയും, പൊതുസമൂഹത്തോട് ഞാൻ ഇപ്പോഴും പറയുന്നു. എൻ്റെ പ്രതികരണങ്ങളിൽ വൈകാരികമായിട്ട്, ഇപ്പോൾ രാജ്യത്തെ സംബന്ധിച്ച ചില വിഷയങ്ങളിൽ എനിക്ക് ചില കാര്യങ്ങളിൽ വൈകാരികമാണ് ഞാൻ. എൻ്റെ രാജ്യത്തിനെതിരെ നടക്കുന്ന കലാപങ്ങളിൽ ഞാൻ വൈകാരികമായിട്ടാണ് പലപ്പോഴും പ്രതികരിക്കാറ്. ആ വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങളിൽ ഞാൻ ചില പക്വത കാണിക്കേണ്ടതുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഞാൻ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ അത് പാലിക്കാൻ ഞാൻ തയ്യാറാണ്. അത് സ്വാഭാവികമായിട്ട് ഞാൻ അങ്ങനെ തന്നെയായിരിക്കും. അതിനപ്പുറത്തേക്ക് സത്യം എന്താണെന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ടാകണം. ഞാനൊരു കൊലയാളിയുമല്ല. ഞാൻ ആരുടെയും വധിക്കാൻ ആഹ്വാനം ചെയ്തിട്ടില്ല. തെറ്റായ പ്രചരണം നടത്തിയ ആളുകളെ സ്വാഭാവികമായിട്ട് അവർക്കെതിരെ നിയമ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകും. എന്താണ് സംഭവിച്ചതെന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടത് എനിക്ക് ബാധ്യതയുണ്ട്. പലപ്പോഴും പല ആളുകളും ആ വീഡിയോ പോലും കാണാതെയാണ് പല പ്രതികരണം നടത്തിയിട്ടുള്ളത്. മെയിൻ സ്ട്രീമിലുള്ള മുഖ്യധാര മാധ്യമങ്ങളൊക്കെ അവരുടെ പ്രൈം ഡിബേറ്റിനകത്ത് എന്നെ ഒരു വില്ലനായി ചിത്രീകരിച്ചുകൊണ്ടാണ് പലപ്പോഴും ചാനൽ ചർച്ചകൾ നടത്തുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, എന്നെ സംബന്ധിച്ച് എന്താണ് നിങ്ങളുടെ അജണ്ട എന്ന് മനസ്സിലാക്കിയില്ല. ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ട് പാർട്ടിയെ വലിയൊരു വിവാദത്തിലേക്ക് കൊണ്ടുപോയിട്ട് ഈ പൊതുസമൂഹത്തിനെ പാർട്ടിക്ക് എതിരാക്കുകയാണ് നിങ്ങളുടെ അജണ്ട. അതായിരിക്കാം. അല്ലെങ്കിൽ എന്നെ വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്തിട്ട് എൻ്റെ സംഘടനാപരമായിട്ടുള്ള ജീവിതത്തെ തകർക്കാനുള്ള ആസൂത്രിതമായിട്ടുള്ള അജണ്ടയുടെ ഒരു ഭാഗമായിട്ടാണ്. അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഈ പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതിലെ ഒരു സാധാരണ പ്രവർത്തകനായിട്ട് പാർട്ടി നിശ്ചയിച്ചാൽ ആ പ്രവർത്തകനായിട്ട് ഞാൻ തുടരും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വന്ന വഴികൾ കനൽ വഴികൾ താണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഈ നേരത്തെ പറഞ്ഞ പോലെ ചാനൽ ചർച്ചകളിൽ കൂട്ടിലിരുന്നു കൊണ്ട് ഈ പ്രസ്താവനകൾ നടത്തിയിട്ടല്ല. ഞാൻ കനൽ വഴികൾ താണ്ടിയിട്ട് ഏറ്റവും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട മലബാറിലെ തീയ സമുദായത്തിൽപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ. ABVP-യുടെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ തീയ സമുദായത്തിൽപ്പെട്ടുള്ള ഒരു പ്രസിഡന്റ് കൂടിയാണ് ഞാൻ. അതുകൊണ്ട് പാർട്ടി എല്ലായ്പ്പോഴും എന്നെ പരിഗണിച്ചിട്ടുണ്ട്, പ്രസ്ഥാനങ്ങൾ എന്നെ പരിഗണിച്ചിട്ടുണ്ട്. പാർട്ടി പറയുന്ന കാര്യങ്ങൾ ശിരസ വഹിക്കും. പാർട്ടി എന്നോട് ഏത് കാര്യങ്ങളാണ് പാർട്ടി ഇതിൽ പറയുന്ന കാര്യങ്ങൾ ആ പാർട്ടിയെ ശിരസ വഹിച്ചുകൊണ്ടായിരിക്കും ഞാൻ എൻ്റെ പ്രവർത്തനങ്ങൾ നോക്കുക. ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. അതുകൂടിയാണ് ഞാൻ പറഞ്ഞത്. തെറ്റായ കാര്യങ്ങളാണ് ഞാൻ പ്രചരിക്കുന്നത്.
പാർട്ടി എൻ്റെ കൂടെ തന്നെ ഉണ്ടായിട്ടുണ്ട് ഉള്ള കൃത്യം നിങ്ങൾ ഇന്നലെ കണ്ടതല്ലേ. പാർട്ടിയുടെ ആരൊക്കെയായിരുന്നു അവിടെ വന്നത്, എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തത്, എന്നെ സംരക്ഷിച്ചത്, എനിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് പറഞ്ഞ വ്യക്തി, ഇടപെട്ട വ്യക്തി ഇവിടുത്തെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിട്ടുള്ള കെ അനീഷ് കുമാറാണ്. പല ആളുകളും എന്നെ വിളിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കോൺട്രവേഴ്സി പാർട്ടി ആഗ്രഹിക്കുന്നില്ല. ചില വിവാദങ്ങൾ ഉണ്ടായിട്ട് പാർട്ടിയെ തകർക്കാൻ വേണ്ടി ഈ കേരളത്തിൽ ബോധപൂർവമായ ശ്രമങ്ങളുണ്ട്. അപ്പോൾ വ്യക്തിപരമായി എൻ്റെ വാക്കുകൾ അടർത്തിയെടുത്ത് പാർട്ടിയെ പൊതുസമൂഹത്തിന് മുമ്പിൽ തേജോവധം ചെയ്യുന്ന സമയം ചില വിഷയങ്ങൾ പാർട്ടിക്ക് അതേപോലെയൊന്നും പ്രതികരിക്കാൻ സാധിക്കില്ല. പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ്. ചില വിവാദങ്ങളിൽ നിന്ന് പാർട്ടിക്ക് മാറി നിൽക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ പാർട്ടിയെക്കുറിച്ച് ഒരു സ്ഥലത്തും അത് തെറ്റായിട്ടുള്ള പ്രചരണം, ആരാണത് പ്രചരിപ്പിച്ചെന്നറിയില്ല, ഒരിക്കലുമില്ല. ഞാൻ ഈ പ്രസ്ഥാനത്തിൻ്റെ കൂടെയാണ് പ്രവർത്തിക്കുന്നത്. അത് ഈ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടോ എനിക്കൊരു കസാര കിട്ടാത്തതിൻ്റെ പേരിൽ ഞാൻ അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടല്ല ഈ പ്രസ്ഥാനത്തിൽ വന്നത്. എൻ്റെ പ്രസ്ഥാനം എന്ന് പറയുന്നത് എൻ്റെ ജീവാത്മാവാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു പരാതികളുമില്ല. ഞാൻ പാർട്ടി എന്നെ കൃത്യമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പാർട്ടി അങ്ങനെ തെറ്റായിട്ട് ഞാൻ അങ്ങനെ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. അത് തെറ്റായിട്ടുള്ളൊരു പ്രചരണമാണ്. തീർച്ചയായും അങ്ങേയറ്റം വിഷമകരമായിട്ടുള്ള, ഞങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പോലീസ് സംവിധാനങ്ങളോട് പറഞ്ഞിരുന്നു. ഞങ്ങൾ കൃത്യമായിട്ട് ഇന്നലെ ഹാജരാകുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഹാജരാകുന്ന പശ്ചാത്തലത്തിൽ ഇന്നലെ നോക്കുക, രാവിലെ ഞങ്ങൾ ജാമ്യം എടുക്കാൻ പോകുന്ന സമയത്താണ് സ്വാഭാവികമായിട്ട് പല വീടുകളിലും പ്രവർത്തകന്മാരുടെ വീടുകളിൽ കയറുന്നു, എൻ്റെ ബന്ധുക്കളുടെ വീട്ടിൽ കയറുന്നു, എൻ്റെ വീട്ടിൽ കയറുന്നു. എൻ്റെ മകളുണ്ട്, എനിക്കൊരു ചെറിയ പോലീസ്, നിങ്ങൾ മനസ്സിലാക്കണം, പോലീസ് എൻ്റെ വീടിന് ചുറ്റും ഈ വിവാദം ഉണ്ടായ സമയത്ത് മുതൽ പ്രൊട്ടക്ഷനാണ്. പോലീസ് സംവിധാനങ്ങൾക്കറിയാം ഞാൻ അവിടെ ഇല്ല എന്നുള്ളത്. എന്നിട്ടും എൻ്റെ മകൾ 7 വയസ്സുള്ള എൻ്റെ മകളും എൻ്റെ ഭാര്യയും മാത്രമാണ് എൻ്റെ വീട്ടിലുള്ളത്. അവിടേക്ക് പോലീസ് കയറിക്കൊണ്ട് അവിടെ പ്രിൻറ്റു മഹാദേവ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? ഞാൻ അവിടെ ഇല്ല എന്നുള്ള കാര്യം പോലീസിന് വ്യക്തമാണ്. അപ്പോൾ ബോധപൂർവ്വം ഞങ്ങളുടെ പ്രവർത്തകർക്കുള്ളിൽ വലിയ ഭീതി ഉണ്ടാക്കുക, ഈ പറയുന്ന വി ഡി സതീശൻ്റെയും ഈ പറയുന്ന സണ്ണി ജോസഫിൻ്റെയും ഒക്കെ വാക്കുകൾ കേട്ടുകൊണ്ട് പിണറായിയുടെ പോലീസ് ഞങ്ങളുടെ പ്രവർത്തകന്മാരെ വേട്ടയാടുക, അതിനൊരു പ്രിൻറ്റു മഹാദേവ് എന്നൊരു വിഷയത്തെ അഡ്രസ്സ് ചെയ്യുക. അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ട് ഈ വിഷയങ്ങൾ അവസാനിക്കണം, വിവാദങ്ങൾ അവസാനിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ പോലും നിങ്ങൾ വ്യക്തിപരമായിട്ടാണ്, ഞാനിപ്പോഴും പറയുന്നു ഇത് സംഘടനാപരമായിട്ടോ അല്ല, എൻ്റെ വ്യക്തിപരമായി ബാധിച്ച വലിയൊരു വിഷയമാണ്. ഞാനൊരു എയ്ഡഡ് സ്കൂൾ അധ്യാപകനാണ്. സ്വാഭാവികമായിട്ട് എനിക്ക് പല അച്ചടക്കവും പാലിക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങളെ വളച്ചടിച്ചുകൊണ്ട് പൊതുസമൂഹത്തിനിടയിൽ പ്രചരിപ്പിക്കുമ്പോൾ പലപ്പോഴും ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾക്കൊക്കെ പലതരത്തിൽ പ്രഷറിന് അടിമപ്പെട്ടുകൊണ്ട് പല നടപടികൾ എടുക്കേണ്ടി വരും. അതിൽ വെളിയാടാവുക എന്നുള്ളത് ഞാൻ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ നിലപാട് കൃത്യമാണ്, എൻ്റെ സ്റ്റാൻഡ് കൃത്യമാണ്. ഞാൻ പാർട്ടിക്കൊപ്പം തന്നെയാണ്. പാർട്ടി എനിക്ക് ഉറച്ച പിന്തുണ നൽകി എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഇപ്പോൾ ഇതുവരെയുള്ള എൻ്റെ വിശ്വാസം. തീർച്ചയായും കുടുംബാംഗങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുമല്ലോ. ഞാൻ പറയൂ, നോക്കൂ, ഞാൻ തൃശ്ശൂരിൽ ഞാൻ എൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഞാൻ തൃശ്ശൂരിൽ 15 വർഷമായിട്ട് ജീവിക്കുന്നുണ്ട്. ഞാൻ ഇവിടെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ പ്രവർത്തന മണ്ഡലം തൃശ്ശൂരാണ്. ഞാൻ തൃശ്ശൂരിൻ്റെ പ്രവർത്തന മണ്ഡലത്തിലുള്ള സമയത്ത് എൻ്റെ മലപ്പുറത്ത് എൻ്റെ ഭാര്യ വീട്ടിൽ കയറുന്നു, എൻ്റെ അമ്മാവൻ്റെ വീട്ടിൽ കയറുന്നു. എൻ്റെ അച്ഛനും അമ്മയ്ക്കും പോലും വധഭീഷണിയായിരുന്നു. അവിടുത്തെ പല ഇതര കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ഒക്കെ പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകൾ, പ്രിൻറ്റു മഹാദേവിൻ്റെ അച്ഛനും അമ്മയും ഇവിടെയുണ്ട്, അവരെ ഞങ്ങൾ വകവരുത്തുമെന്ന് പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ട് നോക്കുക. അപ്പോൾ ഈ ടെൻഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എനിക്കുണ്ടായിട്ടുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട്, ഞാൻ അനുഭവിച്ച മാനസികമായ പ്രശ്നങ്ങൾ, ഇതിനൊക്കെ ഞാൻ കൃത്യമായിട്ടുള്ള നിയമപരമായ എനിക്കെന്താണോ ചെയ്യുന്നത്, ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ വ്യക്തത വരുത്താതെ എനിക്കെതിരെ ആസൂത്രിതമായി നടന്നിട്ടുള്ള ഈ വിഷയങ്ങളിൽ ഞാൻ ആരൊക്കെയാണ്, അത് ചാനലായിക്കോട്ടെ ആരൊക്കെ ആയിക്കോട്ടെ, ഞാൻ അനുഭവിച്ച ആ വേദനയ്ക്കും വിഷമങ്ങൾക്കും ഞാൻ സ്വാഭാവികമായിട്ട് നിയമപരമായ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കും. അല്ല, സ്വാഭാവികമായിട്ട് ഞാൻ അതിൻ്റെ എല്ലാ നിയമവശങ്ങളും പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ ആ ചാനൽ അവതാരിക എന്നെ വിളിച്ചു, ഞാൻ അവരോട് പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ ആ വിഷയം കഴിഞ്ഞു. അവർ കൊടുത്ത ഹെഡ്ലൈൻ നിങ്ങൾ ശ്രദ്ധിച്ചൊന്നും കാണില്ല, നിങ്ങൾ പലപ്പോഴും ഹെഡ്ലൈൻ കണ്ടിട്ടായിരിക്കും. അവർ പറഞ്ഞത് രാഹുലിനെ വെടിവെക്കുമെന്ന് പ്രിൻറ്റു മഹാദേവ്. ഇത് കേൾക്കുന്ന ആളുകൾ എന്താ വിചാരിക്കുക? ഇത് കഴിഞ്ഞിട്ട് അവർ വന്ന് എന്നെ വിളിച്ച് പിറ്റേത്തെ ദിവസം ഇത് വിവാദമായി. ഇത് വിവാദമാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇതിന് സത്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇതിലേക്ക് പിന്നിൽ കളിക്കുന്ന ആളുകളൊക്കെ നമുക്കറിയാം. ഇത് വിവാദമൊക്കെ ആക്കുന്നത് ആരാണെന്നും ഈ പറയുന്ന വി ഡി സതീശനെയൊക്കെ കുഴപ്പത്തിലാക്കുന്ന ആളാരാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും പറയാൻ ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് ചില കസേരകളൊക്കെ കിട്ടാത്തതിൻ്റെ പേരിലൊക്കെ പുറത്തേക്ക് പോയ ആളുകൾക്ക് അദ്ദേഹം ഉണ്ടയില്ലാത്ത കുറേ വെടികൾ പൊട്ടിക്കുക. ഒന്ന് കൃഷ്ണകുമാർജിക്കെതിരെ പൊട്ടിച്ചു, അതുകൊണ്ട്. അപ്പോൾ സത്യത്തിൽ അദ്ദേഹം കുഴപ്പം ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, ഞങ്ങൾ അവിടേക്ക് അയച്ചിട്ടുള്ള ഒരു ചാരനായിട്ടാണ് ഞങ്ങൾ അയാളെ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളായിട്ട് അദ്ദേഹം തുടരട്ടെ. അദ്ദേഹം എന്നെ പല ചാനൽ ചർച്ച വളരെ മോശമായിട്ടുള്ള പല പരാമർശങ്ങളും എന്നെ വ്യക്തിപരമായി നടത്തി. ഞാൻ അദ്ദേഹത്തിനെതിരെ അങ്ങനെ ഒരു പരാമർശം നടത്തി കഴിഞ്ഞാൽ അദ്ദേഹം തലയിൽ മുണ്ടിട്ട് പോകേണ്ടി വരും. അല്ല, അത് നിങ്ങൾക്ക് ആരാണെന്ന് അറിയാലോ, നിങ്ങൾക്കറിയാം ആരാണെന്ന്. ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ പേരൊന്നും പറയുന്നില്ല. അല്ല, ഞാൻ പറയട്ടെ, അദ്ദേഹം ഇപ്പോൾ ചില അജണ്ടകൾ സൃഷ്ടിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പോവുകയാണ്.
അത് ഞാൻ പറയാം അതൊക്കെ ഞങ്ങൾക്ക് ഗുണകരമായിട്ട് പോകുള്ളൂ. അദ്ദേഹം എന്താണെന്നും ആരാണെന്നും ഒക്കെ ഞങ്ങൾക്കറിയാമല്ലോ. അദ്ദേഹത്തിനെ പോലെ ഈ ചാനൽ ചർച്ചയുടെ കൂട്ടിലിരുന്നിട്ട് നേതാവായ ആളല്ല പ്രിന്റു മഹാദേവ്. അദ്ദേഹം വ്യക്തിപരമായിട്ട് എന്നെ പല പരാമർശങ്ങളും ചാനൽ ചർച്ചയിൽ നടത്തി. ഞാൻ എൻ്റെ പ്രവർത്തനം 5ാമത്തെ വയസ്സിൽ ആരംഭിച്ചതാണ്. നിങ്ങൾ ഇതിനു മുമ്പ് സന്ദീപ് വാര്യർ ഏതെങ്കിലും ഒരു BJPയുടെ ചാനൽ ചർച്ചയ്ക്ക് വരുന്നത് മുമ്പ് നിങ്ങൾക്ക് അറിയാമായിരുന്നോ? ഞാൻ ABPയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന വിഷയമേ ഇവിടെ ചർച്ച ചെയ്യേണ്ട. അയാൾ എന്തെങ്കിലും അയാളുടെ പ്രവർത്തനങ്ങളായിട്ട് പോയിട്ട്, പക്ഷേ വ്യക്തിപരമായിട്ട് അയാൾ എന്നെ ചാനൽ ചർച്ചയിൽ പലതരത്തിൽ അവഹേളിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനും അവഹേളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹം തലയിൽ മുന്നിട്ട് പണ്ട് തൃശ്ശൂരിൽ നിന്ന് കണ്ടം വഴി ഓടിയതൊക്കെ അദ്ദേഹത്തിന് ഇപ്പോഴും ഓർമ്മയുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. കൂടുതലൊന്നും ഞാൻ വ്യക്തമാക്കുന്നില്ല.